അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത അതിന്റെ ഒന്നും രണ്ടും ഭാഗം കേട്ട ആളുകൾ ആണ് ഈ മൂന്നാമത്തെ ഭാഗം കേൾക്കേണ്ടത്. അഥവാ ഇതാണ് ആദ്യം കേൾക്കുന്നത് എങ്കിൽ ഇതിന്റെ മുമ്പ് ഒന്നും രണ്ടും ഭാഗങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ അത് ലഭ്യമാണ്. അത് കേൾക്കണം എന്ന് ഉണർത്തുകയും, വളരെയധികം മഹത്വമുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി അടങ്ങിയിട്ടുള്ള അൽ ബഖറ സൂറത്തിന് തന്നെ വലിയ പുണ്യമുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഊ സൂറത്തുൽ ബഖറത്തി ഫഇൻ അഖദഹാ ബറകത്തുൻ വതർകുഹാ ഹസ്റത്തുൻ. തീർച്ചയായും ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുക. ഫഇൻ അഖദഹാ ബറകത്തുൻ, തീർച്ചയായും അൽ ബഖറ സൂറത്തിനെ സ്വീകരിക്കൽ, അത് പാരായണം ചെയ്യൽ ബറക്കത്താണ്. വതർകുഹാ ഹസ്റത്തുൻ, അതിനെ ഉപേക്ഷിക്കൽ അത് നഷ്ടവുമാണ്, ഖേദവുമാണ്. വലാ തസ്തതിഉ അൽ ബതല, ബാത്തിലിന്റെ ആളുകൾക്ക്, ഹക്കിന്റെ ആളുകളല്ലാത്തവർക്ക് അശുദ്ധമായ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ പ്രകാരം മറ്റൊരു ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്താന യൻഫറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് തന്നെ ശൈത്താൻ ഓടിപ്പോകുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ഇത് കാണാം. അപ്പൊ ആയത്തുൽ കുർസി ഉൾക്കൊള്ളുന്ന അൽ ബഖറ സൂറത്ത് തന്നെ പിശാചിന്റെ എല്ലാവിധ ശർറിനെ തൊട്ടും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒമൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ലൈലത്തിൻ, ഒരാൾ ഒരു രാത്രിയിൽ ആയത്തുൽ കുർസി ഓതിയാൽ, ലം യസൽ അലൈഹി മിനല്ലാഹി ഹാഫിളുൻ, അല്ലാഹുവിൽ നിന്ന് അവനിക്കൊരു സംരക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യഖ്റബു ശൈത്താനുൻ ഹത്താ യസ്ബഹ്, നേരം പുലരുന്നത് വരെ ശൈത്താൻ അവനിലേക്ക് അടുക്കുകയില്ല. ആയത്തുൽ കുർസിയുടെ മഹത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദക്കയുടെ കോതമ്പ് സൂക്ഷിക്കുവാൻ വേണ്ടി, അതിനെ കാവൽ നിൽക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. തംർ, ഈത്തപ്പഴം സദക്കയായി കിട്ടിയ. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരാൾ വന്നു, അതിൽ നിന്ന് വരാൻ വേണ്ടി ശ്രമിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടികൂടി. കുറെയൊക്കെ താഴ്മതയോട് കൂടെ പറഞ്ഞപ്പോൾ, മനസ്സിന് അരിവുള്ള ഒരാളായതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിട്ടായി. രണ്ടാമത്തെ ദിവസവും വന്നു, അന്നും അതേപോലെ തന്നെ ആവർത്തിച്ചു വിട്ടായി. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ, ഇനി എന്നെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ, അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു അറിവ് പറഞ്ഞു തരാം, എന്നാൽ എന്നെ വിട്ടയക്കുമോ? അറിവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്വഹാബത്ത്, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. ആ സമയത്താണ് ആ വന്ന വ്യക്തി പറഞ്ഞത്, ഞാനാണ് ശൈത്താൻ.
അതുകൊണ്ട് ശൈത്താനിന്റെ ശർറിൽ നിന്ന് നിങ്ങൾക്ക് അഭയം കിട്ടാൻ നിങ്ങൾ കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, രാത്രി ഉറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി നിങ്ങൾ ഓതുക. എന്നാൽ നിങ്ങൾക്ക് പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടും. ലം യസാല അലൈക മിനല്ലാഹി ഹാഫിദ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും. ശൈത്താൻ നിങ്ങളോട് അടുക്കുകയില്ല ഹത്താ തുസ്ബിഹ, നേരം പുലരുന്നതുവരെ. ഫഖാല, അങ്ങനെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖക വഹുവ കദുബുൻ, ഇപ്പോൾ ഈ പറഞ്ഞത് അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. വഹുവ കദുബുൻ, അവൻ വളരെയധികം കളവ് പറയുന്ന പിശാചാകുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇതേപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെയും ശേഷം ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, മക്തൂബത്തിൻ ഫർളായ നിസ്കാരത്തിന് ശേഷം, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിൽ കടക്കുന്നതിനെ തൊട്ട് അവനെ മരണമല്ലാതെ തടയുകയില്ല. മരിച്ചു കഴിഞ്ഞിട്ടേ സ്വർഗത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മരിക്കുക എന്നതല്ലാത്ത തടസ്സമില്ലെന്ന് പറഞ്ഞാൽ അവനിക്ക് സ്വർഗമുണ്ട്. ബഹുമാനപ്പെട്ട നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. വലിയതായ മഹത്വമുള്ള ഒന്നാണ് ആയത്തുൽ കുർസി എന്ന് ഈ ഹദീസിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖറഉ ആയത്തുൽ കുർസി ഇൻദ മനാമിഹി ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കൻ യഹ്ഫളുഹു. മാ മിൻ അബ്ദിൻ, ഒരൊറ്റ അടിമയുമില്ല, യഖറഉ ആയത്തുൽ കുർസി, അവൻ ആയത്തുൽ കുർസി ഓതും, ഇൻദ മനാമി എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കൻ, ഒരു മലക്കിനെ അവന്റെ കാര്യം ഏൽപ്പിച്ചിട്ടല്ലാതെ അല്ലാഹു തആല യഹ്ഫളുഹു, ആ മലക്ക് അവന് സംരക്ഷണം നൽകും. ഹത്താ യസ്ബഹ, നേരം പുലരുന്നത് വരെ. ബഹുമാനപ്പെട്ട തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതേ പ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങളെ ശ്മശാനമാക്കി ഖബർസ്ഥാനിയാക്കി മാറ്റാൻ പാടില്ല. ആയത്തുൽ കുർസി അടങ്ങിയിട്ടുള്ള അൽ ബഖറയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന ശൈത്താന യൻഫറു മിനൽ ബൈത്തില്ലദി യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ശൈത്താൻ അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതേ പ്രകാരം അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതീതു, എനിക്ക് നൽകപ്പെട്ടു ആയത്തുൽ കുർസി മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നദിയിൽ നിന്ന്, ലം യുതഹാ നബിയ്യുൻ ഖബ്ലി, എന്റെ മുമ്പ് ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല. തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ദീർഘിക്കുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാണ് ആയത്തുൽ കുർസിയുടെ മഹത്വം 4 ക്ലിപ്പിലാക്കി മാറ്റിയിട്ടുള്ളത്. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ സഫരിൻ, ഒരു യാത്ര പോകുന്ന സമയത്ത് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ, ഹഫിളഹുല്ലാഹു മിൻ കുല്ലി സൂഇൻ, സൂഇനെ തൊട്ടും തിന്മയെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അവനെ അല്ലാഹു സംരക്ഷിക്കും. അപ്പൊ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കുകയാണ്. ഇത് 3ാമത്തെ ഭാഗമാണ്. ഇതിന്റെ 4ാം ഭാഗം
അതുകൂടി കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഇതുപോലെയുള്ള അറിവുകൾ കൂടുതൽ ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, അതുപോലെ ഇങ്ങനെയുള്ള ഉപകാരമുള്ള അറിവ് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് നാം പഠിപ്പിച്ചു കൊടുത്തതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ഈ ചാനലിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് പ്രതിഫലത്തിന്റെ അർഹരായി മാറണമെന്ന് ഉണർത്തുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.